llMK എന്ന പദ്ധതി നമ്മളിന്ന് ബഹുമാനപ്പെട്ട llMK
മാവൂർ ഗ്രാമപഞ്ചായത്തും IAM കോഴിക്കോടും സംയുക്തമായി നടപ്പിലാക്കുന്ന UBAയുടെ ലേണിംഗ് ഹബ് ഡിജിറ്റൽ ലൈബ്രറി എന്ന പദ്ധതി ഇന്ന് ബഹുമാനപ്പെട്ട MP MK രാഘവൻ അവർ ഇവിടെ നിർവഹിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗാധ്യക്ഷൻ കുമാർ മാസ്റ്റർ, നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ബഹുമാനപ്പെട്ട MP MK രാഘവൻ അവർ, നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള IAM കാലിക്കറ്റിൻ്റെ അനുപ ശേഖർ സിൻഹ, IAM കാലിക്കറ്റിൻ്റെ ലൈബ്രറിയൻ അപ്പ സാഹിബ് നായ്ക്കൽ, ഈ പരിപാടിയെ സംബന്ധിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിജയ് സർ, ബഹുമാനപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് JC പ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM അപ്പുക്കുഞ്ഞൻ, സുഭാഷ് ശേഖരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മളുടെ VS രഞ്ജിത്ത്, വിശാലാക്ഷി ടീച്ചർ, KP രാജശേഖരൻ, സുനോജ് കുമാർ, കൃഷി ഓഫീസർ ദർശന മാഡം, VK റസാഖ് അവർ, നമ്മുടെ മാവൂർ സ്റ്റേഷൻ ഓഫീസർ ബഹുമാനപ്പെട്ട CI വിനോദൻ സാർ, അതുപോലെ തന്നെ ബ്ലോക്ക് BRCയുടെ കോർഡിനേറ്റർ ഷീബ, CDS ചെയർപേഴ്സൺ ബഹിത, ലൈബ്രറിയൻ വിശേഖൻ, ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, IAM കാലിക്കറ്റുമായി ബന്ധപ്പെട്ട് മാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന UBAയുടെ ലേണിംഗ് ഹബ് ഡിജിറ്റൽ ലൈബ്രറി എന്ന പദ്ധതിയാണ് ഇന്നിവിടെ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഗ്രാമീണ മേഖലയിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾക്ക്, കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മെച്ചപ്പെട്ട സേവനം, ക്ലാസ്സുകൾ, അതുമായി തന്നെ പുതിയ പുതിയ അറിവുകൾ, ഇതെല്ലാം അതിവേഗത്തിൽ കൈമാറുന്ന ഒരു വിവര സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാക്കി ഈ ഡിജിറ്റൽ ലൈബ്രറിയെ മാറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഇതിൻ്റെ പ്രവർത്തനത്തിനും മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും IAMൻ്റെ പൂർണ്ണമായ സഹകരണം ഇതിൻ്റെ വികസനത്തിനു വേണ്ടി ഇനിയും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. IAMൻ്റെ ലൈബ്രറിയുടെ ഒരു ആക്സസ് ഉൾപ്പെടെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ ഒരു ഡെവലപ്പിംഗ് നടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് വിവിധ ജനവിഭാഗങ്ങൾക്ക് അത് വലിയ ഉപകാരപ്രദമായിട്ട് മാറും. കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് ആദ്യം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്താണ്. ഇതിൻ്റെ IAM ആഗ്രഹിച്ചതുപോലെ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. IAMൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് അനുപ മാഡം നിരന്തരം ഡേ ടു ഡേ നമ്മളെ ബന്ധപ്പെടുകയും ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിവേഗം ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും മാവൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാർ മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ MK രാഘവൻ MP, പ്രൊഫസർ അനുപ ശേഖർ സിംഗ്, ഇന്നത്തെ മുഖ്യ അതിഥി അപ്പ സാഹിബ് സർ, നമ്മുടെ മാവൂർ പോലീസ് സ്റ്റേഷനിലെ CI വിനോദ് സാർ, മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് JC പ്രകാശ്,
സെക്രട്ടറി ദർശന മേഡം, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, മാധ്യമ സുഹൃത്തുക്കളെ, മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ, മാവൂർ ഗ്രാമത്തിലെ എല്ലാ മേഖലയിലുമുള്ള ഉന്നമനത്തിന് വേണ്ടി മാവൂർ ഗ്രാമപഞ്ചായത്തും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുമായി സംയുക്തമായി ആരംഭിക്കുന്ന ഒരു സംരംഭമാണ് ഈ ലേണിംഗ് ഹബ്ബ്, ഡിജിറ്റൽ ലൈബ്രറി പ്ലാറ്റ്ഫോം. ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് IMന്റെ ഓൺലൈൻ വഴി പഠിക്കുന്നതിനും അത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ വഴി ക്ലാസ്സുകൾ പഠിക്കുന്നതിനുമെല്ലാം തന്നെ ഈ സംരംഭങ്ങൾക്ക് സാധിക്കും. ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസപരമായ, തൊഴിൽപരമായ പ്രവൃത്തികൾക്കും, അതുപോലെ തന്നെ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിനുള്ള CDS, കൃഷി വകുപ്പ്, ഇത്തരത്തിലെ എല്ലാ വകുപ്പുകൾക്കും ഇതിൽ കൂടി വിദ്യ നേടാൻ സാധിക്കും. അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു ഈ ലേണിംഗ് ഹബ്ബാണ് നമ്മൾ ഇന്നിവിടെ ബഹുമാനപ്പെട്ട MP ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് ഈ സംരംഭത്തിന് ഇതിനുള്ള നമ്മളെ മുൻ മെമ്പറും ഇസ്മായിൽ കുട്ടി ഹാജിയുടെ മകൻ TP അബ്ദുറഹ്മാൻ, അദ്ദേഹം IMൽ ഒരു സ്റ്റാഫാണ്. അദ്ദേഹത്തിൻ്റെ സഹകരണത്തിലാണ് ഞങ്ങളെ പ്രൊഫസർ അനുപ ശേഖർ സിംഗ് ഇവിടെ എത്തുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിനിവിടെ സൗകര്യങ്ങളുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതിന് തുടക്കം കുറിക്കുവാനുണ്ടായിട്ടുള്ളത്. ഈ സംരംഭം എല്ലാവരും ഉപയോഗിക്കണമെന്നും ഈ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ പടികളിൽ ഒന്ന് മാത്രമാണ് ഇതൊന്നും കൂടി നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനുഭാഷകർ സിംഗിനോട് പറയാനുള്ളത്, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാഫിനും മെമ്പർമാർക്കും IMൽ ഒരു ട്രെയിനിങ് തരണമെന്നും കൂടി ഞങ്ങൾ സാറിനോട് റിക്വസ്റ്റായിട്ട് പറയുകയാണ്. അതിനുവേണ്ടി സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണം. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം ഈ കോവിഡ് സമയത്ത് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇത്തരം പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഈ ആൾക്കാരെ ചുരുക്കിക്കൊണ്ട് നടത്തുന്നത്. അപ്പോൾ ഈ ചടങ്ങ് നമ്മുടെ ബഹുമാനനായ MK രാഘവൻ MP ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഉമർമാഷ്, മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടിൻ്റെ ഉന്നത ഭാരത് OPM സെല്ലിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രൊഫസർ അനുപ ശേഖർ സിൻഹ മേഡം, വേദിയിലുള്ള ബഹുമാനപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികൾ, ശ്രീ വിദ്യാശ്യൻ, ശ്രീമതി ജയശ്രീ ദിവ്യപ്രകാശ് മേഡം, KM അർബുജൻ, ശുഭ ശൈലേന്ദ്രൻ മേഡം, വിനോദൻ K, ഡോക്ടർ ദർശന ദിലീപ് KC, BC രഞ്ജിത്ത്, CK റസാഖ്, വിശാലക്ഷി ടീച്ചർ, KP രാജശേഖരൻ, P മനോജ് കുമാർ, ശിവ മേഡം, കവിത മേഡം, വിഷ്ണു IP, ലൈബ്രറി മാവൂർ ഗ്രാമപഞ്ചായത്ത്, സ്വാഗതം ആശംസിച്ച ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ മാവൂർ ഗ്രാമപഞ്ചായത്ത് ചെയർമാൻ ശ്രീ വിദ്യുത്, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, മാവൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ വികസന വളർച്ച ഘട്ടങ്ങളുടെ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങായി ലേണിംഗ് ഹബ്ബ് ആൻഡ് ഡിജിറ്റൽ ലൈബ്രറി ഞാൻ കാണുകയാണ്. ഞാനിപ്പോൾ മാഡവുമായി സംസാരിക്കുകയായിരുന്നു ഈ പദ്ധതിയെക്കുറിച്ച്. ഞാൻ അവരോട് നിർദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് ലേണിംഗ് ഹബ്ബ് ആൻഡ് ഡിജിറ്റൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുള്ള
ഒരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. ആ ഹാൻഡ് ബുക്ക് തീർച്ചയായും IM തയ്യാറാക്കിയാൽ നമ്മുടെ ഓരോ വില്ലേജുകളിലും ഈ പ്രോജക്റ്റിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ സാധിക്കും. ഗ്രാമങ്ങളിലെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. കർഷകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിലും ഈ വില്ലേജിലെ പഞ്ചായത്തിലെ ജനങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള വളർച്ചയ്ക്ക് ഇവിടെ ലേണിംഗ് ഹബും ഡിജിറ്റൽ ലൈബ്രറിയും പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. തീർച്ചയായും ഞാൻ മേഡത്തോട് പറഞ്ഞത് ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വരാൻ വേണ്ടി. So I request Madam to come over my office and we will have a detailed discussion regarding this project. We can discuss how can we implement these projects in other villages also. See, we should have a roadmap first. We should have a handbook first, and we should mention in that handbook what's our schemes, what's our project, how can we implement, what is the result. അപ്പോൾ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ വളർച്ചയ്ക്ക് ഈ പ്രോജക്റ്റ് സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമ്പൂർണ്ണമായ സഹകരണമാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ ഏതായാലും പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിച്ചത്. ഐ തിങ്ക് ദിസ് ഈസ് എ പൈലറ്റ് പ്രോജക്റ്റ് പറഞ്ഞ്. അപ്പോൾ ഈ പൈലറ്റ് പ്രോജക്റ്റ് ഇവിടെ നിങ്ങളുടെ അനുമതിയോടുകൂടി ലേണിംഗ് ഹബും ഡിജിറ്റൽ ലൈബ്രറിയും സംസ്ഥാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ചീഫ് ഗസ്റ്റ് അനുപ ശേഖർ സിംഗ് എന്നോട് സംസാരിക്കും. Who are present here on Mahatma Gandhi Jayanti Eve of Jayanti. And what better occasion to launch an inauguration of a pilot project better than this day. So let us remember our father of the nation today as we go ahead launching this pilot project. And let me welcome our Honorable Member of Parliament, Mr. llMK Raghavan, and thank him for sparing his valuable time and also enthusing of us all to take it forward. Let me also welcome Mr. Omar Master, Panchayat President, Panchayat Secretary Madam, my own partner in crime, Mr. Natal, our Chief Librarian at IIM Kozhikode, and distinguished guests, Mr. Brajesh, Jayashri, Mr. K.M. Appu Prapunam, Mr. Shobha, Mr. Modan, Darshana Madam, I don't see her here, Ranjit, and Mr. Rasat, Vishalakshi, Sunoj Kumar, Rajashekharan, Shiba, Bhavita. Thank you all of you here, and our librarian here, Mr. Vishwan. Everything will be going into your control eventually, and I hope it will run in a good manner from here. As I come here, I remember some of the early discussions with the Panchayat here. And I must tell that I have been doing a lot of social development projects in Kerala lately, but Mawar Panchayat has been one of the best in terms of how you have taken this initiative. So much gave the space, gave everything. If we asked for anything, you gave it. So I must tell that this experiment can only be possible with such a forward-looking Panchayat that is there. So thank you and we wish that it will be going forward as a pilot project into many villages, and this would be the ideal thing, that we have a pilot project becoming successful.
So as I go ahead, showing you some of the details of how, we work, the main part is of course this, place is a very important part, the infrastructure is important, but what goes in the content is very important. How would we ensure that all the stakeholders come and benefit from this initiative? So for example, students are the first, right? They are the first ones as in how they will be getting benefited. So we have actually, thought of this that IIM Kozhikode is a place of education, enlightenment through education. So how do we bring that knowledge to all of the people, all the students here? So we have our librarian here, and we have hosted llMK library, website out here. If you see, if you click into the link for llM Kozhikode library, you have that, and there in that library you also have some of the available resources that you can get in. And in case you want to contact any of the research scholar or anybody who wants to have specific items, they can go there and contact us at our library, and we'll also get to learn what you need, and we'll make that available to you. Then there is also a link to National Digital Library. You see National Digital Library. So if you click onto that, you see there is, when I came here, there are a lot of students who have this problem of competitive exam. That's a big gap. In the urban places, there are coaching institutions, this, that for engineering, medical, for civil services, all of these exams. What happens at this place? So what I am doing, and this is not yet completed, is I'm talking to an organization called Byju's. They are into coaching institution and all. And I'm talking to them that if we can, under their CSR initiative, bring some of these resources available to our students at rural areas. So that is one initiative. The other thing that we can do is go to the National Digital Library, and here you see all those, engineering, medical, everything. Those resources are available by the National Digital Library here. So you can go to those resources and come. Also, we know that some of our students, have come here, they have themselves sat for examinations, and they have books. The books that are required to, crack these examinations. So we are thinking of having a drive at our institution with the help of our library to get books collected for this. And there is already an existing library that is there. We will donate, and not only donate, help you catalog it also. Proper cataloging as in the library, help interns would come and help it, get cataloged. Also, there is a thing that we have learned over time that our students are very good teachers at llM Kozhikode. Some of these students, they become very good teachers when we give them this opportunity to teach. So they would be a very good resource to help you through these competitive exams, for example. So you can help from them. We will be making that, that kind of a thing possible. And it is easy to do it when you have a e-hub kind of a place, where the problem of travel is not there. They can sit in their room and they can teach from there. So those are the initiatives that we can go forward. And please let me know what we can do further to improve upon these education needs of the students here, the gap that is there for the rural student versus the urban students that are. Now the second community, that can immediately, no village without farmers. Farmers are the biggest constituency of any village. So if our library should also not be only meant for students, but for farmers as well. And thankfully, luck-wise, we are hosted in the agriculture premises. So we, with Dr. Darshana Madam over here, we have, created, for example, you can see there are at every day, starting from 5th October, then on 8th October, 18th October, 20th October, 28th October, there are professors who are coming to teach subject-specific matters like maybe banana cultivation.
and value addition in jackfruit, colonizing names. So these professors would come and teach, and we expect that eventually these will be also available in the farmer's home. So the professor, your facility can use that other room to teach, and that is available to those who come here and those who are even having those smartphones to access that whatever sessions you are having. So eventually we will get there. So that is how we are thinking about it. Then one more thing that we can do is Kudum. For example, Kudum is going to be one of the organizations I worked with when Madam Barsana Kumari used to head it. So I had worked extensively, and I think this is one of the great organizations, one of the greatest organizations in fact that is there. They can as well help, take help of this and help in the women constituencies of this village. So that is another very important constituency that we cannot leave out when we are talking about e-hub and e-learning hub and library. So of course, as we go forward, then we have very important thing that we thought was, what are those government schemes, central government schemes, state government schemes? Who are the contact people? What is required to be eligible for those schemes? And if you are to, get in touch with that, where to go, which website to go to? So we have compiled an e-reference book for you here. If you see, if you go to this this e-reference book, you have in the table of content all the central government ministries here. All the central government ministries, their schemes. And that is same with the state government ministries and their schemes. And then if you go to the contact persons, so all the contact persons address and everything. So if you go to can you Ubaid and Ranjit have been very helpful in putting all of this together with the education university. So Ubaid, can you take us to one of the schemes, for example? So see here, there is, say, Ministry of Agriculture, Ayushman Saharkar scheme, for example. What is entailed in that? Objective, eligibility, salient features. Everything is out there, and who is the person to contact you? So that is it, at the state level, at the central level, and several such things. So I hope all of these initiatives as we go forward, these will be able to help all the stakeholders of the village. And we do not want to stop here. In fact, if it becomes in 2, 3, 4 months, you will be hand-holding so that it becomes a phenomenon in itself towards enlightenment of this village. And then we can take it forward as a model village experiment to many other villages. So I have long-drawn schemes. Let's see how much of it God Almighty will be able to, take it, help it forward. With that, I want to, hand over the celebrations to Mr. Omar Master for taking it forward. I hope all of you will be a partner with me in taking this initiative forward. Thank you so much. The report അവതരണമാണ് സെക്രട്ടറി വിജയ സാർ. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനികൾ, ആറ് ഗ്രാമപഞ്ചായത്തും ഐഎയും കോഴിക്കോടും സംയുക്തമായി നടപ്പാക്കുന്ന llMKയുടെ ഇ ലേണിംഗ് ഹബ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് ബഹു MP ശ്രീ MK രാഘവൻ അവർ നിർവഹിച്ചത്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇതിനാവശ്യമായ ഹാൾ, ഇലക്ട്രിഫിക്കേഷൻ, നെറ്റ് കണക്ഷൻ എന്നിവ ഒരുക്കിയത് ഗ്രാമപഞ്ചായത്തും കമ്പ്യൂട്ടർ, ഡിജിറ്റൽ TV, ഓഡിയോ വീഡിയോ സിസ്റ്റം, മേശ, കസേര എന്നിവ നൽകിയത് ഐഎയുമാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സേവനം ഈ പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കുന്നതാണ്. കൂടാതെ കർഷകർ, കുടുംബശ്രീ പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ തുടങ്ങിയ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾക്ക് ആവശ്യമായ വിവരങ്ങൾ
ഏറ്റവും വേഗത്തിൽ ഈ സംവിധാനത്തിലൂടെ ഒരുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രാമീണരുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ ഉന്നമനത്തിനും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അക്കാദമിക് മേഖലയെ നിർദ്ദിഷ്ട ഈ ലേണിംഗ് ഹബ്ബ് ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ സംവിധാനത്തിലൂടെ താഴെ പറയുന്ന സേവനങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. Device gap and infrastructure, career guidance and counseling classes, health civil service guidance workshop, LLS, USS, NMMS orientation, primary institution introducer, entrepreneurship introducer, community polytechnic, rural settings, agriculture, KSAB, waste management, teachers training program. ഈ റിപ്പോർട്ട് ഞാൻ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ ചടങ്ങിന് മുമ്പാകെ സമർപ്പിക്കുകയും അതിൻ്റെ പകർപ്പ് IAM ഉന്നത് ഭാരത് അഭിയാൻ കോർഡിനേറ്ററായ ശ്രീമതി അനുപ ശേഖർ മാഡത്തിന് കൈമാറുകയും ചെയ്തു. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അപ്പ സാഹിബ് നായിക്കിലേക്ക് ക്ഷണിക്കുന്നു. Good afternoon, everyone. Respected dignitaries on the dais and Maur Gram Panchayat residents. It's a kind of a pleasant surprise. Let me tell you that I also come from a very humble and village background. And kind of village where I grown up is till the date there is no electricity for 8 to 10 hours. Forget about the libraries. When Madam approached me actually Anpa Shekhar for this library project, I more than happy to just extend whatever possible from my side, because that reading is one thing which takes any humans to just the difference between us and animals is the same thing, because we read, we speak, we think. They think but they can't speak. That's the difference. Another way I want to put it this way is that 10-11 years I spent in Singapore before coming to India. And I have seen that how libraries will contribute to the life of a human being, a child. Singapore public libraries are, they call it as community libraries, are very good libraries, sir. Where they have is, apart from having physical collections, print collections, they also conduct a lot of small events, like they conduct the storytelling sessions for the kids starting from 2 years onwards to 12 years. Simple things they do is, this kind of room will be there. They display new books, and one library staff or any volunteer from the community come and read a book for the kids in a nice way. And the kids will, children will motivate and pick up the books and read. This reading impacts them and cultivates the reading habit among them. And the best result is, it's there in my home. I have 2 boys. My elder son was, attended almost 4 years such kind of, story sessions. Then he is now all-time big reader. Free time, he don't watch much TV. He always reads the books. And I have another one, N, who is 8 years, and 3.5 years back, I left Singapore. That's the result. He didn't get more exposure to the library. The result is that he will say, Ayush, do you know this? Wait, I'll ask my brother. I asked my Anna. Because for him, Anna is encyclopedia. Anna is library for him. Because he never get a chance to motivate himself for such kind of readings. So that's the result. This library coming back. There are so much of resources. There is one thing is for, I request the Panchayat President, apart from having this digital library, if you want to have a physical library, I and my library team is more than happy to help you to set up in any extent if you want. We will set up and we will also initiate that storytelling sessions if you want. I cannot speak the local language, but I have the team who are from the local Kerala. Yes, sir. Surely. We will do that. And even if to the possible extent, if you really want some kind of books, contribution, donations, you can tie up with a lot of, corporates are there, or even voluntarily some of books you can even donate, we can do that. From my side, that assurance. Coming back to this portal, I think this has a lot of resources for starting from school-going children to say that from first standard to 12th standard, CBSA, NCIT books are there. National Digital Library has everything. And those who are graduates and aspiring for any kind of UPSC or competitive exams, all the resources are there. For your kind information, most of the UPSC questions comes from NCIT books.
our National Digital Library have all those things. So kindly please make use of these resources, and I keep collecting such kind of information on this website where it's there. We'll keep on adding a lot of content over there. We'll try to organize it in a more accessible way, because this is just designed in a few days, 1 or 2 days. So we'll keep working on that whenever we get time. I and my library team in consultation with professor keep doing that, and we'll make sure that, because I can't imagine that if we have this kind of libraries back during my childhood, I would have been something else, not a librarian. Because today you have all these resources at your fingertips. Everybody have mobile, smartphones, and on the smartphones also you can access all these things. So kindly make use of it. And if you have anything else, any requirement, you want some kind of guidance, be it school-going children, high school children, or adults also, even senior citizens, a lot of books you will find it over there, story books and other things. They may be in English. We'll make sure that some Malayalam books also comes on this portal, because each government have their own collections. Like I have seen, I am from Karnataka, I have seen a lot of Karnataka. Now, literature books are in a digitized and put into the website. Similarly, I am sure this is 100% literate state where you have a lot of books, but only thing is, a lot of people don't know where they are. And you also getting most of these stuff is not something new to you. Every now and then these things are coming on your WhatsApp, you will read it, either you will delete it or they will disappear after 10 days, 15 days. The only problem is there is plenty of information, literature is available on the web, but only thing is it's not organized in an accessible manner. And through this project, I assure you that we'll try to do that, and it will be there for forever. And another thing is, we bring the content, we'll organize it, but end of the day to day it's handling and reaching out to the community and teaching them why it should be used and how it should be used is the responsibility of the local each citizen in this room. Please, that kind of support you give us will make sure that you will bring the entire world to your doorsteps. With these words, I will just conclude my. Thank you. ആസംബന്ധം അർപ്പിച്ചുകൊണ്ട് മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച MP രാഘവേട്ടൻ, പിന്നെ നമ്മുടെ സ്വീകരിച്ച അനുപമ ശേഖർ അവർ, അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത്, പോലീസ് ഓഫീസർ, കൃഷിഭവൻ ഓഫീസർ, അതുപോലെ സെക്രട്ടറി, പിന്നെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളായ രഞ്ജിത്തേട്ടൻ, റസാക്ക, വിശാലാശ ടീച്ചർ, അതുപോലെ CDS ചെയർപേഴ്സൺ വാസന്തി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, സഹോദരന്മാരെ, മാവൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കിയ llMK ആപ്പും അതുപോലെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാവർക്കും അറിയാം, മാഡം വന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു ഉദ്ഘാടനം, എത്രയും പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനെയൊരു ഉദ്ഘാടനം നമുക്ക് സാധിച്ചത്. ഈ ഒരു ഉദ്ഘാടനം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി. അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. എന്ത് കാര്യങ്ങളും കൃഷിയെ സംബന്ധിച്ചായാലും വിദ്യാഭ്യാസം സംബന്ധിച്ചായാലും അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു കൊടക്കിയിൽ കിട്ടുന്ന ഈ ഒരു പരിപാടി എല്ലാവിധ ആശംസകളും അർപ്പിക്കും. മാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ദിനോസ് സർ അസംസ്കൃതം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ഉമർ മാസ്റ്റർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കോഴിക്കോട് MP, IAMൻ്റെ ഭാരതികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആധുനിക സാങ്കേതിക വിദ്യ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യകത കണ്ടറിഞ്ഞുകൊണ്ട് കാലോചിതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരമൊരു ലേണിംഗ് ഹബ്ബ് അതിൻ്റെ ഡിജിറ്റൽ ലൈബ്രറി നടപ്പിൽപ്പെടുത്തുന്നതിനായി IAM കോഴിക്കോട്ടെ സഹായത്തോടു കൂടി മുൻകൈയെടുത്ത മാവൂർ പഞ്ചായത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരം പ്രോജക്റ്റ് എല്ലാവർക്കും, യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ ഉപകാരപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇങ്ങനെയൊരു നല്ല പരിപാടി സംഘടിപ്പിച്ചതിനും ആയതിൽ എന്നെ ക്ഷണിച്ചതിനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു ഡിജിറ്റൽ llMK ഹബ്ബ് തന്നെയായിട്ട് ഈ മാവൂർ മാറട്ടെ
ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൃഷി ഓഫീസർ ദർശന മാഡം ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ടെക്നോളജി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. കുട്ടികളായാലും പ്രായമായവരായാലും എല്ലാവരെയും ഈ ഫോണിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷി രംഗത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് തന്നെയാണ് എല്ലാ കർഷകർക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അത് മോണിറ്റർ ചെയ്യാനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് വിലയിരുത്താനും വേണ്ടി എല്ലാ ആനുകൂല്യങ്ങളും ഇനി നമുക്ക് ഓൺലൈൻ വഴിയാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കർഷകരെ അതിൻ്റെ കൂടുതൽ അവയർനെസ്സിലേക്ക് കൊണ്ടുവരാനും എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എത്ര നന്നായിട്ടാണ് ചെയ്യാൻ പറ്റുക എന്ന എല്ലാ കാര്യങ്ങളും വിലയിരുത്താനും നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ വന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളാവണം എന്നും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലും നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവ് എങ്ങനെ വരുത്താം എന്നതിലായിരുന്നു, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മൾ ഊന്നൽ കൊടുക്കാൻ പോകുന്നത് അതിനെങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാമെന്നും കർഷകർക്ക് എത്രത്തോളം നമുക്ക് അതിൽ കൂടെ ലാഭം നൽകാൻ പറ്റുമെന്നും അതിൻ്റെ മാർക്കറ്റിംഗ് അതുപോലെ കോൾഡ് സ്റ്റോറേജ് ശൃംഖലകൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതിനൊക്കെയാണ് ഇനിയുള്ള വരും വർഷങ്ങളിൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ ഒരു സംരംഭം തുടങ്ങാനും ഒക്കെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾക്ക് കർഷകർക്ക് അതിനായിട്ടുള്ള ട്രെയിനിങ് നൽകുക അല്ലെങ്കിൽ കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് കൂടുതലും ആ ഒരു ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഈ ഒരു സമയത്ത് നമുക്ക് ലഭിച്ചത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ലോക്കൽ ബോഡിയുടെ ആ ഒരു എൻതൂസിയാസം അതേപോലെ തന്നെ പ്രോ ആക്റ്റീവ്നെസ് മാഡം നേരത്തെ പറഞ്ഞ പോലെ എന്താവശ്യപ്പെട്ടോ അതെല്ലാം നടത്തി തന്നു ഇത്രയും കുറച്ച് സമയത്ത് എന്ന് പറഞ്ഞു. ആ ഒരു പ്രോ ആക്റ്റീവ്നെസ്സും നമ്മുടെ IIMലെ ടീച്ചേഴ്സിൻ്റെ എക്സ്പെർട്ടൈസും കൂടി ചേരുമ്പോൾ നമുക്ക് ഇനിയും ഈ ഒരു ലേണിംഗ് ഹബിനെ വലിയൊരു രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. So thank you sir and madam. So what I was getting at is when we join the proactiveness and enthusiasm of our local body with your expertise, I think we can reach great heights. So എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടു നന്ദി. രഞ്ജിത്ത് ആശംസ. പ്രിയമുള്ള യോഗ അധ്യക്ഷൻ, മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കുമാർ മാസ്റ്റർ, ലേണിംഗ് ഹബിൻ്റെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച ഏറെ ബഹുമാന്യനായ കോഴിക്കോടിൻ്റെ പാർലമെൻറ്റ് അംഗം പ്രിയപ്പെട്ട രാഘവേട്ടൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന IIM കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട സാരഥികൾ, പ്രിയമുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ, പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകന്മാരെ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. മാവൂർ ഗ്രാമപഞ്ചായത്തും IIM ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് വലിയ രീതിയിലുള്ള ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കാൻ, വിദ്യാർത്ഥികൾക്ക്, കർഷകർക്ക്,
അതുപോലുള്ള ആളുകൾക്ക് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ ഈ സംരംഭം കൊണ്ട് സാധിക്കട്ടെ എന്ന് സർവശക്തരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊടുക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്ത് മാസ്റ്റർ, ഈ ഉദ്യമം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കോഴിക്കോടിൻ്റെ MP രാഘവേട്ടൻ, IAMന്റെ സാരഥികളായ അനുഭവശാല സിൻഹ, അതേപോലെ വേദിയെ സമ്പുഷ്ടമാക്കിയ ജനപ്രതിനിധികൾ, ഉപാധ്യക്ഷ ജയശ്രീ, സെക്രട്ടറി കുഞ്ഞ് സാർ, CA വിനോദ് സാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത്, കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ലേണിംഗ് ഹബിൻ്റെ ഡിജിറ്റൽ ലൈബ്രറി ഈ ഓഡിറ്റോറിയത്തിൽ ഒതുങ്ങാതെ ഇത് പുറത്തോട്ട് വിപുലീകരണം നടത്തേണ്ടത് നമ്മുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. മാവൂരിനെ ആദ്യമായിട്ട് പൈലറ്റ് പ്രൊജക്റ്റായിക്കൊണ്ടാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരണം നമ്മളിൽ അർപ്പിതമാണ്. IMനെ പോലെയുള്ള ഒരു ടെക്നിക്കൽ വിങ്ങും അതേപോലെ പാവപ്പെട്ട ഒന്നുമറിയാത്ത മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകരുമായി ലിങ്ക് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഒരു ബാധ്യതയാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിനുള്ളത് എന്ന് ഈ വേദിയിൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മാവൂർ ഹബ്ബായി മാറണമെങ്കിൽ തന്നെ, ഡിജിറ്റൽ ഹബ്ബായി മാറണമെങ്കിൽ തന്നെ പൊതുജനങ്ങളായ നമ്മൾ, ഇതുമായി മുൻപന്തിയിലിരിക്കുന്ന നമ്മൾ അതിന് വേണ്ട പ്രചാരണം നൽകിയെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് ആവശ്യമായ പ്രചാരണ പ്രവർത്തനം കൂടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ പദ്ധതി വിജയിക്കുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിന് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് മുമ്പോട്ട് പോകാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു. മാവൂർ ഗ്രാമപഞ്ചായത്തും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റും സംയുക്തമായി മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഈ ലേണിംഗ് ഹബ്ബ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ രാഘവൻ MP അവർകളെ, അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉമ്മർകുട്ടി മാസ്റ്റർ, വേദിയിലുള്ള നമ്മുടെ വിശിഷ്ട അതിഥി അനുഭവ ശേഖർ സിൻഹ, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ നമ്മുടെ ഏറ്റവും ഈ മാവൂരിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്മാർട്ടാജിയുടെ ഒരു വലിയ നിറഞ്ഞ ഓർമ്മ, ഞാനും സ്മാർട്ടാജിയൊക്കെ തന്നെ മെമ്പറായി ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ മാവൂർ പഞ്ചായത്തിൻ്റെ ഈ വേദിയിലുള്ള ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള സഹോദരന്മാരെ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മുടെ വിശിഷ്ടാതിഥി അനുഭാഷകർ സിൻഹ സംസാരിച്ചതും അതുപോലെ തന്നെ തുടർന്ന് ഉള്ള സംസാരമൊക്കെ കേട്ടപ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു പുതിയ കാൽവെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കാർഷിക മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇത് ഭാവിയിൽ ആരംഭ ശൂരത്വമായി മാറിപ്പോകാതെ തുടർന്ന് ഏറ്റവും നല്ല ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിക്കണം. മാവൂരിലെ ജനങ്ങൾക്ക് അതിനുള്ള അറിവ് ലഭ്യമാക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MP സൂചിപ്പിച്ചതുപോലെ കൈപ്പുസ്തകം എല്ലാവരിലും എത്തിച്ചുകൊണ്ട് അത് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് മാത്രം
പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിന് അർപ്പിക്കുന്നു. കെ.പി. രാജശേഖരൻ ആറ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എം പി രാഘവേന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഐഐഎമ്മിയുടെ ഭാരവാഹികൾ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ആദ്യമായി തന്നെ മാവൂർ ഗ്രാമപഞ്ചായത്തിനെ അനുമോദിക്കുകയാണ്. 18 പദ്ധതിയായി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഐഐഎം ആലോചിച്ചപ്പോൾ അത് സഹകരിക്കാനും അത് മാതൃകാപരമായിട്ട് കോഴിക്കോട് ജില്ലയ്ക്ക് മൊത്തം മാതൃകയായിട്ട് നടപ്പാക്കാനുള്ള ആർജവം കാണിച്ചത് ഏറ്റെടുത്ത് വിജയകരമായി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടി കോഴിക്കോട് ജില്ലയിലും കേരളത്തിൽ മൊത്തം തന്നെ ഒരു മാതൃകയായിട്ടുള്ള രൂപത്തിൽ, അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു വരുന്നു. ഇത് നമുക്ക് കേരളത്തിൽ മൊത്തം മാതൃകയായി സുരേന്ദ്രകുമാർ DJ. ആദരണീയ അധ്യക്ഷൻ, മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉമർ മാസ്റ്റർ, ഈ ലേണിംഗ് ഹബ് ആൻഡ് ഡിജിറ്റൽ ലൈബ്രറി MP llMK രാഘവൻ, IAM പ്രതിനിധികളായിട്ടുള്ള സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതിനുവേണ്ടി എന്ന പദ്ധതി, ഈ പദ്ധതി ഗ്രാമങ്ങളിലെ വികസനത്തിന് ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കണമെന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സാങ്കേതികമായി പരിഹരിക്കുന്ന ഈ പദ്ധതിക്ക് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഈ പദ്ധതി കൊണ്ടുവരികയും കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള കർഷകരുടെ പ്രൊജക്റ്റുകൾ, അവരുടെ സാധനങ്ങൾ ഉണക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു സൗരോർജ ഉപകരണം ആ മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് പത്രമാധ്യമങ്ങളിൽ അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ മാവൂർ പഞ്ചായത്തിലും പറഞ്ഞതുപോലെ പുറത്തോട്ടെത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും കർഷകർക്കും ഏറെ പ്രയോജനപ്രദമാക്കുന്ന രീതിയിലേക്ക് എത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മാവൂർ ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ള മാവൂർ ഗ്രാമപഞ്ചായത്തിന് ഭാരതീയ ജനതാ പാർട്ടി മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. CDS ചെയർപേഴ്സൺ ബബിത വേണം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട MP രാഘവൻ സാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, കോവിഡിനൊപ്പം ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലേണിംഗ് ഹബ് ആൻഡ് ഡിജിറ്റൽ ലൈബ്രറി ഇവിടെ തുടക്കം കുറിക്കുന്നതിന് മുൻകൈയെടുത്ത മാവൂർ ഗ്രാമപഞ്ചായത്തിനും IIM കാലിക്കറ്റിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട രേഖകൾ പിന്നെ ബഹുമാനപ്പെട്ട ശേഖർ പ്രൊഫസർ ശേഖർ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് JSTD പ്രകാശിന് കൈമാറും. അതിനുവേണ്ടി ശേഖർ സിംഗിനെയും JSTD കൃഷ്ണനാഥിനെയും ക്ഷണിക്കുന്നു. അതിൻ്റെ ലെറ്റർ കൈമാറും. ഒരു വിട്ടു